ആക്രാം ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് പൊട്ടറ്റോ ചീസ് ബോളാണ്. നമുക്ക് ഈ പൊട്ടറ്റോ ചീസ് ബോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ എടുത്തിരിക്കുന്ന 2 വലിയ പൊട്ടറ്റോയും ഒരു ചെറിയ പൊട്ടറ്റോ, ഞാൻ 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊട്ടറ്റോ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് എരിവിന് ആവശ്യമായി ചേർക്കാം, മല്ലിയില, ഇനി ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. ഒരു 1.5 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. കുറച്ച് അയമോദകം, ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി. അതൊരു ഓപ്ഷനിലാണ്, അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയപ്പോൾ കുറച്ച് ഉപ്പിട്ടാണ് പുഴുങ്ങിയത്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ ഇനി ആവശ്യമുണ്ട് പിന്നെ ചേർത്താൽ മതി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്, ഫ്ലേവറിന് വേണ്ടി. നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുക്കി എടുക്കാനായിട്ടൊരു ബാറ്റർ ഉണ്ടാക്കണം. നമുക്ക് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ മൈദ മാവാണ് എടുക്കുന്നത്. മുട്ട വെച്ചാലും ചെയ്യാം, പക്ഷെ ഞാൻ മൈദ മാവ് എടുത്തേക്കാണ്. അതിൻ്റെ കൂടെ കുറച്ച് കോൺഫ്ലവറും കൂടെ, ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർക്കുന്നുണ്ട്. രണ്ടും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ബാറ്ററാണ്. ഉരുളക്കിഴങ്ങ് ബോൾസ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അതിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാം. നമുക്ക് ഓരോ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു ചീസിൻ്റെ കഷ്ണം വെക്കുന്നു. ഇതേപോലെ ഉരുട്ടിയെടുക്കുക. നമുക്കിതേപോലെ എല്ലാം ഒന്ന് ഉരുട്ടി വെക്കാം. ആദ്യം നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇതിപ്പോൾ ഈ ചീസ് ഇങ്ങനെ വെച്ച് നമ്മൾ ബോൾ ഉണ്ടാക്കുമ്പം. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ മൈദയുടെ മാവിലോട്ടൊന്ന് മുക്കിയിട്ട് എടുക്കാം. അത് നമ്മുടെ ബ്രെഡ് ക്രംസിലിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതേപോലെ നമുക്ക് ഈ ബാക്കിയുള്ള എല്ലാം ഇതേപോലെ ഒന്ന് മുക്കിയെടുക്കണം. എല്ലാം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഈ ബോൾസ് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. തീ കൂടാൻ പാടില്ല. തീ കൂടിയാൽ പെട്ടെന്ന് പുറം കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതുപോലെ ബാക്കിയുള്ളത് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതേപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.